ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഈ ഉപദേശം ആധുനിക കാലഘട്ടത്തിൽ വളരെ സംഗതമായ ഒരു സംഗതിയാണ്. യഹൂദൻ ഭിക്ഷ കൊടുക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ പള്ളികളിലും തെരുക്കോണുകളിലുമൊക്കെ അവരുടെ മുൻപിൽ കാഹളം ഊതിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരുന്ന അതേ കാര്യം മറ്റ് ചില വിധങ്ങളിൽ ഇന്നും നമ്മളൊക്കെ പുലർത്തി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കർത്താവ് പറഞ്ഞ് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. മനുഷ്യർ കൊടുക്കുന്ന ബഹുമാനം ദൈവം കൊടുക്കുന്ന ബഹുമാനത്തിൽ നിന്നും വിരുദ്ധമാണ്. പഴയ നിയമകാലത്ത് ദരിദ്രർക്ക് വേണ്ടി ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 23-ലും ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിനുമൊക്കെ അതുണ്ട്. എളിയവനോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന് സദൃശ്യവാക്യം 19-ൽ വായിക്കുന്നു. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, എന്നാൽ ഉത്തരം ലഭിക്കുകയില്ല. സദൃശ്യവാക്യങ്ങളിൽ പല ഇടങ്ങളിൽ അങ്ങനെ വായിക്കുന്നു. ദരിദ്രരെ ഓർത്തുകൊള്ളണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. ഒരുവൻ സകലർക്കും, വിശേഷാൽ വിശ്വാസത്തിൻ ഭവനക്കാർക്കും ഔദാര്യം കാണിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിൽ നിന്നും ലഭിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ മറ്റുള്ളവരുടെ ബലഹീനതകളെ, ഇല്ലായ്മകളെ നമ്മുടെ ഒരു പ്രദർശനത്തിന് വേദിയാക്കരുത് എന്നാണ് കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ കാര്യം ചെയ്ത് അതിൻ്റെ വീഡിയോയും പിക്ചറും പ്രദർശിപ്പിച്ച് എത്ര ലൈക്കും കമൻറ്റും ലഭിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ കൗതുകത്തോടെ നോക്കുന്ന ആളുകളാണ് നമ്മൾ. അനീതിയുള്ള മാമോനെ കൊണ്ട് നാം നമുക്ക് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളണം. മാലിന്യമുള്ള ആദായം. നമ്മുടെ ഔദാര്യത്തിന്റെ പ്രയോജനം അനുഭവിച്ചവർ നമുക്ക് മുൻപേ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞവരാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കും. ലൂക്കോസ് 16-ാം അധ്യായത്തിലും തിത്തോസ് 1:7 ഒക്കെ ഇത് നമുക്ക് വായിക്കാം. ഇതുമായിട്ട് ചേർത്ത് നിർത്താവുന്ന വാക്യങ്ങളാണ്. നമ്മൾ വിശ്വസ്തതയുള്ള കാര്യവിചാരകന്മാരായിരിക്കേണ്ടതാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മുടെ കരങ്ങളെ കർത്താവ് ഉപയോഗിക്കുമ്പോൾ നമ്മളത് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന ബോധ്യത്തോടെയാണ് ചെയ്യേണ്ടത്. വ്യക്തികളായി ചെയ്താലും, സഭയായി ചെയ്താലും, സമൂഹമായി ചെയ്താലും അത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമ്മളെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. കൊട്ടിഘോഷിച്ച് ഇങ്ങനെയുള്ള ഒരു നന്മയും ആർക്കും ചെയ്യാൻ ശ്രമിക്കരുത് എന്നത് പുതിയ നിയമ ഉപദേശത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് നമ്മുടെ ഒരു കൈ ചെയ്യുന്നത്
മറ്റു കൈ അറിയാതെ ഇരിക്കത്തക്ക വിധത്തിലാവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവത്താൽ മാനം നമുക്ക് ലഭിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവെ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപയും ബലവും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരോട് ദയ കാണിക്കാൻ, മനസ്സലിവ് കാണിക്കാൻ, ദൈവനാമത്തിൽ സഹായഹസ്തം നീട്ടാൻ ഞങ്ങളെ സഹായിക്കുകയും ഇത് രഹസ്യമായി ചെയ്യാനുള്ള വരം നൽകുകയും ചെയ്യണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.